നമസ്കാരം. കേരളത്തിൽ ആദ്യമായി ഒരുപക്ഷെ സാറ്റലൈറ്റ് ചാനലുകൾക്ക് മുന്നിൽ ഡിജിറ്റൽ ചാനലുകളുടെ ഏറ്റവും ആദ്യമായി യൂട്യൂബ് ചാനലുകളിൽ ഒന്നാമതായി PS പ്രശാന്ത് അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് വാർത്ത ചെയ്തത് സുഭാഷിതം ചാനലാണ്, ഞങ്ങളുടെ ചാനലാണ്. അങ്ങനെ ഒരു വാർത്ത ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സിൽ വന്നും അല്ലാതെയും പറഞ്ഞു അതിനൊരു സാധ്യതയുമില്ല. കാരണം ഇത് നടന്നത് കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം ബോർഡ് മന്ത്രിയും ആയിരുന്ന കാലത്താണ് ഇത് നടന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അതിനൊരു സാധ്യതയില്ല. മാത്രമല്ല, പ്രശാന്ത് വളരെ വലിയ വെള്ളിയാഴ്ച വ്രതക്കാരനെ പോലെ വലിയ തോതിൽ വന്ന് വലിയ ഗീർവാണവും സുവിശേഷ പ്രസംഗവും ഒക്കെ നടത്തി. എന്താ പറഞ്ഞത്? ഞാൻ തെറ്റുകാരനല്ല, ഞാനൊരു വീട് വെച്ചു എന്നുള്ള ഒറ്റ കാരണമേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞ് വളരെ വലിയ ബഹളമുണ്ടാക്കിയ PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞതിൽ PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് ലേറ്റായാലും ലേറ്റസ്റ്റായി വരുവേനെന്നൊക്കെ പറയുന്ന നമ്മുടെ രജനീകാന്തിൻ്റെ ശൈലി പോലെ അത് താമസിച്ചെങ്കിലും ഗംഭീര തൂഫാനായി വന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇനി കടകംപള്ളി സുരേന്ദ്രൻ്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഉത്തരവാദിത്തമായിട്ട് ചെയ്തതാണ്. കടകംപള്ളി സുരേന്ദ്രനെയും അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പിന്നെ ഞങ്ങൾ പറഞ്ഞ വളരെ ഉത്തരവാദിത്തപ്പെട്ടൊരു വിഷയം, വാസവനെ ചോദ്യം ചെയ്യും. VN വാസവൻ എന്ന് പറയുന്ന മന്ത്രിയെ ചോദ്യം ചെയ്യും. കാരണം പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ VN വാസവനായിരുന്നു മന്ത്രി. സ്വാഭാവികമായിട്ട് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകണമെങ്കിൽ, SITയുടെ പ്രവർത്തനങ്ങൾ സമ്പൂർണ്ണമാകണമെങ്കിൽ 100% കടകംപള്ളി സുരേന്ദ്രനെ കൂടുതൽ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് വേണമെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തുകയും VN വാസവനെ ചോദ്യം ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഈ കഥ സമ്പൂർണ്ണമാവുകയുള്ളൂ. നമുക്ക് ശബരിമല അയ്യപ്പൻ വീണ്ടും ഇറങ്ങിക്കളിക്കുകയാണ്. ഒരു സീസൺ കഴിഞ്ഞ് വീണ്ടും അയ്യപ്പൻ ഇറങ്ങിക്കളിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്യാത്ത ഒരാളും ശിക്ഷിക്കപ്പെടരുത്, തെറ്റ് ചെയ്തവർ രക്ഷപ്പെടുകയുമരുത്. എത്രയോ ആളുകൾ വന്നുപോയി ദേവസ്വം ബോർഡിൽ, എത്രയോ മന്ത്രിമാരുടെ വന്നിട്ട് പോയി, എത്രയോ മന്ത്രിമാരുന്നു. K രാധാകൃഷ്ണനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരിവിടെ ഇരുന്നു ദേവസ്വം ബോർഡിന്. എത്രയോ മന്ത്രിമാരിരുന്നു, എത്രയോ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ വന്നു. അതുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കോ മന്ത്രിമാർക്കോ എതിരല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കെതിരല്ല ഞങ്ങൾ വർത്തമാനം പറയുന്നത്. ശബരിമല അയ്യപ്പൻ്റെ സ്വത്ത് 2018-ലും 2017-ലും 20-ലും 21-ലും 24-ലും 25-ലും ഒക്കെ കാലാകാലങ്ങളിൽ വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ മറയാക്കിക്കൊണ്ട് അവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ, ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പോറ്റി, കള്ളനായ പോറ്റി, കൊള്ളക്കാരനായ പോറ്റി, ബിനാമിയായ പോറ്റി, ആ പോറ്റി വാസവൻ കടകംപള്ളി സുരേന്ദ്രൻ്റെ കാലത്തും പത്മകുമാറിൻ്റെ കാലത്തും അടിച്ചുകൊണ്ട് പോയ വിവരം അറിയാമായിരുന്ന പ്രശാന്ത് എന്തുകൊണ്ട് ഇത് കൊടുത്തു വീണ്ടും എന്നൊരു ചോദ്യം SIT എന്തേ ചോദിക്കാത്തതെന്നുള്ളൊരു ചോദ്യം ഞങ്ങൾ ചോദിച്ചിരുന്നു. ഇപ്പോൾ SIT അതിന് ഉത്തരം പറഞ്ഞിരിക്കുന്നു. അതേ ഞങ്ങൾ ചോദിക്കുന്നു. ആ പ്രശാന്തിൻ്റെ PS പ്രശാന്ത് മന്ത്രിയായിരുന്നു, ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മന്ത്രിയായിരുന്ന വാസവൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എങ്കിൽ അദ്ദേഹം മന്ത്രിയായിരിക്കാൻ യോഗ്യനല്ല എന്നുകൂടി പറയേണ്ടി വരും. ഒരു നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ, ഡൽഹിയിലൊന്നും അങ്ങനല്ല, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള, ഒരു ഓഫീസിൽ ഒരു പിയൂണിനെ മാറ്റുന്ന ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുന്ന മന്ത്രി ഓഫീസുകളാണുള്ളത്. പലതും നടക്കുന്നത് മന്ത്രി ഓഫീസുകൾ അറിഞ്ഞിട്ടാണ്. അവിടെ നിന്നുള്ള ഡയറക്ഷൻ പ്രകാരമാണ് മിക്കവാറും ഡയറക്ടർമാർ, പ്രസിഡന്റുമാർ, കോർപ്പറേഷൻ ചെയർമാൻമാർ ഇവരെല്ലാവരും മന്ത്രിമാരുടെ ഓഫീസിലിരിക്കുന്ന കൺസേൺ വകുപ്പിൻ്റെ APSമാരുണ്ടായിരിക്കും. എല്ലാ മന്ത്രിമാരുടെ, അതും ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ മന്ത്രിമാർക്കും പ്രൈവറ്റ് സെക്രട്ടറിമാരുണ്ട്. അത് ചിലപ്പോൾ റിട്ടയർഡ് IASകാരായിരിക്കും, ചിലപ്പോൾ സർവീസിലുള്ള IASകാർ അങ്ങനെ വരാറില്ല, റിട്ടയർഡ് IASകാരായിരിക്കും. പിന്നെ അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള വളരെ പ്രമുഖരായിട്ടുള്ള സെക്രട്ടേറിയറ്റിലൊക്കെ ഇരുന്നിട്ടുള്ള പ്രമുഖമായ ജോലിയിൽ ഇരുന്നിട്ടുള്ളവരായിരിക്കും, വളരെ പ്രമുഖരായിരിക്കും. എന്തായാലും നല്ല അനുഭവപരിചയവും എക്സ്പീരിയൻസൊക്കെ ഉള്ളവരായിരിക്കും. അത് കഴിഞ്ഞാൽ APSമാരുണ്ടായിരിക്കും, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരും അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിമാരും. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ ഒരു 3-4 പേരുണ്ടെങ്കിൽ അവരായിരിക്കും ഓരോ വകുപ്പിൻ്റെയും സൂക്ഷ്മതലത്തിലുള്ള കാര്യങ്ങൾ വരെ അവർ മോണിറ്റർ ചെയ്യും. അവരുമായി യാതാത് വകുപ്പിലെ ആളുകൾക്ക് കയ്യൊപ്പം കാണും. ഉദാഹരണം, ദേവസ്വം ബോർഡ് വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ മന്ത്രിയായ മുരളീധരനോട് ദേവസ്വം ബോർഡിൻ്റെ ആരോഗ്യമുണ്ട്, ദേവസ്വം ബോർഡും ഉണ്ട് മുരളീധരൻ. അപ്പോൾ 2 APS ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്.
ഒന്ന് ഹെൽത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന APS കാണും, രണ്ട് ആരോഗ്യ പിന്നെ ദേവസ്വത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന APSും എവിടെ കാണും, ആ ഫയലുകൾ നോക്കുന്ന APS അവിടെ കാണും. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഫയലുകൾ വന്നാൽ അത് ആ APS ആയിരിക്കും ആർക്ക് വേണ്ടി ഹോംവർക്ക് ചെയ്യുന്നത്, PS-ന് വേണ്ടി ഹോംവർക്ക് ചെയ്യുന്നത്. PS ആണത് കറക്റ്റാക്കി കൊടുത്ത് മന്ത്രിക്ക് കൊടുത്ത് ഉത്തരവാകുന്നത്. അപ്പോൾ താഴെ നിന്ന് വരുന്ന ഫയലുകൾ വായിച്ച് അതിനകത്തുള്ള മെരിറ്റും ഡിമെരിറ്റും പോയിന്റ്സും എല്ലാം പൊളിറ്റിക്കലായി ഇത് എന്ത് കുഴപ്പം വരും, എന്തൊക്കെയാണ് ഈ ഫയലിലെ പ്രശ്നങ്ങളെന്ന് പഠിച്ച് വളരെ കൃത്യമായി മന്ത്രിക്ക് നിർദ്ദേശവും അല്ലെങ്കിൽ മന്ത്രിക്ക് ഉപദേശവും കൊടുക്കുന്ന ആ സംവിധാനത്തിനും കൂടെയാണുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കടകംപള്ളി വാസവൻ്റെ VN വാസവൻ മന്ത്രിയായിരുന്നപ്പോൾ, PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നപ്പോൾ ആരായിരുന്നു APS? ആ APS ഇതൊന്നും അറിഞ്ഞില്ലയോ? ശബരിമലയിൽ കൊട്ടേഷൻ കൊടുക്കാൻ പോകുന്നു, അതൊരു ഷെയ്ഡി ക്യാരക്ടറായിട്ടുള്ള ഉണ്ണികൃഷ്ണനാണ് ആ കൊട്ടേഷൻ പോകുന്നത്, ആ കൊട്ടേഷനിൽ അപകടമുണ്ട് എന്നൊന്നും അവിടെ ഇരുന്ന വ്യക്തികൾ അറിഞ്ഞില്ലയോ? അങ്ങനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് VN വാസവൻ എന്ന ദേവസ്വം മന്ത്രിയുടെ പരാജയമല്ലേ? അങ്ങനെ VN വാസവൻ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി VN വാസവനെ ചോദ്യം ചെയ്യണ്ടേ? ഇതൊക്കെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യണ്ടേ? അത് പറയുമ്പോൾ ഇതൊന്നും ഇടതുപക്ഷ വിരുദ്ധമാണെന്നോ വലതുപക്ഷ വിരുദ്ധമാണെന്നോ BJP വിരുദ്ധമാണെന്നോ ആരെങ്കിലും സഹായിക്കാനോ ഒന്നുമല്ല. നമുക്കറിയേണ്ടത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ശബരിമലയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആരാണ്? ഒരു മുൻ മന്ത്രിയെയോ ഇപ്പോഴത്തെ മന്ത്രിയെയോ മുൻ MLA-യോ ഇപ്പോഴത്തെ MLA ആരെയായാലും പോലീസ് ചോദ്യം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ആകാശമൊന്നും താഴേക്ക് ഇടിഞ്ഞു വീഴില്ല, കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ. അപ്പോൾ PS പ്രശാന്ത് അറസ്റ്റിലാകുമ്പോൾ വാൾമുന നീളുന്നത് തീർച്ചയായിട്ടും വാസവനിലേക്ക് കൂടിയാണ്. അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ അല്ലെങ്കിലേ റഡാറിലാണ് നിൽക്കുന്നത്. ആ കടകംപള്ളി സുരേന്ദ്രൻ റഡാറിൽ നിൽക്കുമ്പോൾ രണ്ടാമത്തെ റഡാറിൽ നിന്ന PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തു. എന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഇതിൻ്റെ ഒരു സ്മെല്ല് കിട്ടിയപ്പോൾ തന്നെ പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് 10 മിനിറ്റിനകത്ത് PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തതായിട്ടാണ് കേൾക്കുന്നത്. എന്തായാലും പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ കഥ പൂർത്തിയാകില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. താമസിച്ചിട്ടാണെങ്കിലും അത് നടന്നു. ഇനി കടകംപള്ളി സുരേന്ദ്രനെയും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അതുപോലെ തന്നെ വാസവനെയും ചോദ്യം ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ കഥ സമ്പൂർണ്ണമായി അവസാനിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ദൃശ്യം 3 എന്ന് പറയുന്ന പോലെ ദൃശ്യം 4, 5 ഒക്കെ എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അത് വരാതിരിക്കണമെങ്കിൽ സമ്പൂർണ്ണമായ അന്വേഷണം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.